Hi everyone, welcome back. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് എന്താണ് ബയോമോളിക്യൂൾസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ. ഇന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നോക്കിയേ, നിങ്ങൾ മാങ്ങ കഴിക്കാറില്ലേ? മാങ്ങ കഴിക്കുമ്പോൾ നമ്മുടെ ഈ പല്ലിനുള്ളിലൊക്കെ ഒരു ചെറിയ നാര് കുടുങ്ങല്ലേ, അതുപോലെ പേരൊക്കെ തന്നുമ്പോൾ ചെറിയ തരിതരി ഫിയറില്ലേ, അവർ വിളിക്കുന്ന പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ മൈക്രോ മോളിക്യൂൾ ഉണ്ട്, വെയിറ്റ് കുറഞ്ഞുള്ള സിമ്പിൾ മോളിക്യൂൾ ഉണ്ട്, അയാൾ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ആരെ പറ്റിയാണ്? അമിനോ ആസിഡ്സിനെ പറ്റിയാണ്. അതായത് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന മോണോമാണ് അമിനോ ആസിഡ്സ്. മൊത്തം 20 അമിനോ ആസിഡ്സ് നമുക്കൊക്കെ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടെക്സ്റ്റ് നോക്കിയോ. ഇപ്പം ഓർമ്മ നോക്കിയതാ, കാർബൺ, ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇയാളൊക്കെ ഓർമ്മ ഉണ്ടോ? ഇയാൾ വിളിക്കുന്ന പേരല്ലേ മീഥേൻ അല്ലേ? ഈ മീഥേനിൽ ഇതാ മീഥേൻ നമുക്ക് നോക്കിയോ. ഓക്കെ, മീഥേനിൽ മീഥേനിലെ ഒന്നാമത് ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു NH2 ഗ്രൂപ്പ് വരുന്നു. NH2 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അമിനോ ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? സംഭവിക്കുന്നത് ഒരു ഹൈഡ്രജൻ പോലെ NH2 ഗ്രൂപ്പ് വരുന്നു. ഇനി ഇപ്പോൾ നോക്കിയോ, ഇവിടുത്തെ ഈ ഹൈഡ്രജനിലെ ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടേക്ക് വരുന്ന ആൾ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH. ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ആസിഡ്. ഒരു മീഥേനിലെ ഒരു ഹൈഡ്രജൻ പോയി എവിടേക്ക് എന്ത് വരുന്നു? അമിനോ ഗ്രൂപ്പ് വരുന്നു. അടുത്തതിലേക്ക് എന്താ വരുന്നത്? ആസിഡ് വരുന്നു, അമിനോ ആസിഡ്. അതുകൊണ്ടാണ് വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ്സ്. ഈ ഹൈഡ്രജൻ ഇവിടെ മാറുന്നില്ല, ഹൈഡ്രജൻ കോൺസ്റ്റന്റ് ആണ്, ഒരു മാറ്റവും ഇല്ല. ആർക്കാ മാറാത്തത്? അമിനോ ഗ്രൂപ്പ് മാറുന്നില്ല, ആസിഡ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ. നോക്കിയോ, ഈ നാലാമത്തെ ഹൈഡ്രജനിലെ ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ അറിയോ? ഇവിടെ ആര് വേണേ വരാൻ പറ്റും, anyone. അങ്ങനെ ആര് വരും? നിങ്ങൾ ഈ മാത്സിലൊക്കെ എക്സ് പഠിച്ചില്ലേ, അത് നമ്മൾ ബയോളജി കൊടുക്കുന്ന വിളിക്കുമ്പോഴാണ് വേരിയബിൾ ചെയിൻ R എന്ന് കൊടുത്തു. ഇതാണ് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. അതായത് ഒരു ഭാഗത്ത് അമിനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ, എന്താണ് R ഗ്രൂപ്പ്. ഏതാണ് പറഞ്ഞേ? അമിനോ, ആസിഡ്, ഹൈഡ്രജൻ, R ഗ്രൂപ്പ്. ഈ സ്ട്രക്ചർ വിളിക്കുമ്പോഴാണ് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ഇത് നിങ്ങൾ കണ്ണുമുട്ടി എഴുതാൻ പറ്റും. ഈ മൂന്നാൾക്കാർ ഒരിക്കലും മാറൂല, ഇതൊക്കെ കോമണാ. ആര് മാത്രമേ മാറൂ? ഇയാൾ മാത്രമേ മാറൂ. അയാൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് സ്ട്രക്ചർ വരിക. നോക്കിയോ, ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും. ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ഈ കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതുകൊണ്ട് തന്നെ ഈ ആൽഫ കാർബൺ ഉണ്ട്, എല്ലാ അമിനോ ആസിഡും ആൽഫ കാർബൺ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഓൾ അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് ആൽഫ അമിനോ ആസിഡ്സ്. ഓർത്ത് വെക്കുക. സ്ട്രക്ചർ എന്തായിരുന്നു? അമിനോ, ആസിഡ്, ഹൈഡ്രജൻ, വേരിയബിൾ ഗ്രൂപ്പ്. ഇതിൽ അമിനോ ഗ്രൂപ്പ് മാറില്ല, COH മാറില്ല, H മാറില്ല, R മാറില്ല. ശരി, R മാറും കേട്ടോ. ഇനി ഈ R ആരാണോ ഇങ്ങോട്ട് വരുന്നത്, Rലേക്ക് ആരാണോ എന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ എന്താ അമിനോ ആസിഡ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ വന്നാൽ അതിന്റെ പ്രോപ്പർട്ടി, CH വന്നാൽ അതിന്റെ പ്രോപ്പർട്ടി, അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ട് വെക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചോ, ഒരു അമിനോ ആസിഡ് നമ്മൾ അങ്ങ് കണ്ണുമുട്ടി എഴുതാൻ പറ്റും. എന്താ എഴുതാൻ പറ്റുക? COH, NH2, സോറി NH2H. ഇതാണ് അതിന്റെ കോമൺ ഫോം. മാറില്ല. ആര് മാത്രമേ മാറൂ? R മാത്രമേ മാറൂ. ഇവിടെ ഞാൻ ചെയ്തറിയോ, R പകരം ഇവിടെ കൊണ്ടുവന്ന ആൾക്ക് വേണം ഹൈഡ്രജൻ. R പകരം ഇവിടെ വന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ ആ അമിനോ ആസിഡിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈസീൻ. ഓക്കെ അല്ലേ? R പകരം വന്ന അമിനോ ആസിഡ് ആണ്, R പകരം H വന്ന ഗ്ലൈസീൻ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയോ. അടുത്ത അമിനോ ആസിഡ് NH2, COOH, H. ഇവിടെ R പകരം വരുന്ന വിളിക്കുന്ന പേരാണ് മീഥൈൽ ഗ്രൂപ്പ്, CH3. മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ അമിനോ ആസിഡിനെ വിളിക്കുന്ന പേരാണ് അലാനിൻ. നമ്മൾ വന്നാലാണ് CH3. ഇങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അലാനിൻ. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ആരായിരുന്നു? ഹൈഡ്രജൻ വന്നാൽ ഗ്ലൈസിൻ, മീഥൈൽ ഗ്രൂപ്പ് വന്നാലോ അലാനിൻ. ഇനി വരുന്നത് ഈ R പകരം ഇവിടെ വരുന്ന ആരാണ്? ഇതാ നോക്കുക, ഹൈഡ്രോക്സി മീഥൈലാണ്, CH2OH എന്ന് വെച്ചോ. അത് നിങ്ങൾ എഴുതി നോക്കിയേ, എങ്ങനെ വരിക? എങ്ങനെയൊക്കെ വരിക? NH2, COOH, H. ഇവിടെ ആരാ വരിക? ഇവിടെ R പകരം വരുന്ന ആൾ വിളിക്കുന്ന പേരാണ് CH2OH, ഹൈഡ്രോക്സി മീഥൈൽ. ഇങ്ങനെയാണെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് സെറൈൻ. ഓക്കെ അല്ലേ? ഈ മൂന്നാം ഓർത്ത് വെക്കുക. ഞാൻ സിമ്പിൾ നോട്ട് ചെയ്യാൻ പറ്റും, GAS, ഗ്യാസ്. എടാ അമിനോ ആസിഡിൽ ഹൈഡ്രജൻ വന്നാൽ ഗ്ലൈസിൻ, CH3 വന്നാൽ അലാനിൻ, CH2OH വന്നാൽ സെറൈൻ. എക്സാമ്പിൾ സ്ഥിരമായി ചോദിക്കുന്ന ഡയഗ്രമാണ് ഈ അമിനോ ആസിഡ് ഡയഗ്രം. ഈ മൂന്ന് ഓർത്ത് വെക്കുക. ആരൊക്കെയാണ്? ഗ്യാസ്. കോഡ് എന്താണ്? ഗ്യാസ്. ഗ്ലൈസിൻ, അലാനിൻ, സെറൈൻ. ഹൈഡ്രജൻ വന്നാൽ ഗ്ലൈസിൻ, CH3 വന്നാൽ അലാനിൻ, CH2OH വന്നാൽ ആരാണ്? സെറൈൻ. ഓർത്ത് വെക്കുക സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. നോക്കിക്കോ, ഈ അമിനോ ആസിഡില്ലേ നോക്കാം. ഈ അമിനോ ആസിഡ് എടുക്കുക. ഇതാണ് NH2. ഈ NH2 ശരിക്കും ആരാണ്? NH2 ഒരു ബേസിക് ഗ്രൂപ്പ് ആണ്. ആരാണ്? ബേസിക് ഗ്രൂപ്പ്. COH ആരായിരുന്നു? COH ആസിഡിക് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ അമിനോ ആസിഡ് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ?
എണ്ണി നോക്കിയാൽ എത്ര ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്? ഒരു ആസിഡ് ഗ്രൂപ്പ്. എത്ര ബേസിന്? ഒരു ബേസ്. ഒരു ആസിഡ് ബേസും കുറിച്ച് എന്നാൽ ന്യൂട്രൽ അല്ലേ? അപ്പം അമിനോ ആസിഡിൽ അമിനോ ഗ്രൂപ്പിന്റെയും ബേസിക് ഗ്രൂപ്പിന്റെയും ആസിഡ് ഗ്രൂപ്പിന്റെയും ആർ ഗ്രൂപ്പ് വെച്ച് നമ്മൾ തിരിച്ചും ആസിഡ് ബേസും തിരിച്ചറിയാൻ പറ്റും. ഓക്കെ അല്ലേ? നോക്കിക്കോ. ഒരു അമിനോ ആസിഡിൽ ശ്രദ്ധിച്ചോ, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. ഒരു അമിനോ ആസിഡിലെ ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ ആ അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് അസിഡിക് അമിനോ ആസിഡ്. ഓക്കെ, അസിഡിക് അമിനോ ആസിഡ്. നേരെ മറിച്ച് ഒരു അമിനോ ആസിഡിൽ ബേസ് ആണ് കൂടുതലെങ്കിലോ ആ അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് ബേസിക് അമിനോ ആസിഡ്. നേരെ മറിച്ച് ആസിഡ് ഗ്രൂപ്പ് ഒന്നാണ് ബേസിക് ഗ്രൂപ്പ് ഒന്നാണ് ഈക്വൽ ആണെങ്കിലോ അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ അമിനോ ആസിഡ്. ഓക്കെ അല്ലേ? ആരൊക്കെയാണ്? അസിഡിക്, ബേസിക്, ന്യൂട്രൽ. അതിന്റെ എക്സാമ്പിൾ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇത്രയേ ഉള്ളൂ. അസിഡിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ബേസിക് എക്സാമ്പിൾ ആണ് ലൈസീൻ. ന്യൂട്രൽ എക്സാമ്പിൾ ആണ് വെലൈൻ. ഇതൊക്കെ എക്സാമ്പിൾ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളാട്ടോ. ഓക്കെ, വെലൈൻ ഓർത്ത് വെക്കുക. ഗ്ലൂട്ടാമിക് ആസിഡ് ലൈസ് വലിച്ചു. ആസിഡ് ബേസിക് ന്യൂട്രൽ എന്താണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ലൈസ് വലിച്ചു. ഒരു കോഡ ഞാൻ ഉണ്ടാക്കിയ കോഡാട്ടോ, നിങ്ങൾ വേണേൽ പഠിച്ചാൽ മതി. അതായത് ആസിഡിക് അമിനോ ആസിഡ് ആണെങ്കിൽ ലൈൻ വിളിക്കുന്നതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്, ബേസിക് ആണെങ്കിൽ ലൈസീൻ, ന്യൂട്രൽ ആണെങ്കിൽ വെലൈൻ. ഗ്ലൂട്ടാമിക് ആസിഡ് ലൈസ് വലിച്ചു. ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. എടാ, ഒരു അമിനോ ആസിഡ് ഇല്ലേ, നോക്കിക്കോ. NH2 C COH H. നമ്മൾ ആറല്ലേ, ആറ് പകരം ആര് വന്നു നോക്കിയോ. ആറ് പകരം ഒരു CH2 നോക്കിയോ. ഇയാൾ വിളിക്കുന്ന പേരല്ലേ ബെൻസീന്. അതായത് ഒരു അമിനോ ആസിഡ് ബെൻസീന് ഭയങ്കര സ്മെല്ല്. അതുകൊണ്ട് നമ്മൾ ഫിനോളൊക്കെ ഭയങ്കര സ്മെല്ല് വരും. ബാത്റൂമിൽ വിളിക്കുന്ന സാധനം അറിയാലോ. അതുപോലെ ഒരു അമിനോ ആസിഡ് ബെൻസീന് വരികയാണെങ്കിൽ ആ ബെൻസീൻ വരുന്ന അമിനോ ആസിഡ് വിളിക്കുന്ന പേര് ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ വിളിക്കുന്ന പേരാണ് അരോമാറ്റിക് അമിനോ ആസിഡ്. ബെൻസീൻ കാണപ്പെടുന്ന അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് അരോമാറ്റിക് അമിനോ ആസിഡ്. 3 ആൾക്കാരുണ്ട്. എക്സാമ്പിൾ നോക്കിക്കോ. ഒന്നാമത്തെ ആൾ വിളിക്കുന്ന പേരാണ് ബെൻസീൻ കാണപ്പെടുന്ന എക്സാമ്പിൾ. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ടൈറോസിൻ. രണ്ടാമത്തെ ആൾ വിളിക്കുന്ന പേരാണ് ട്രിപ്റ്റോഫാൻ. മൂന്നാമത്തെ ആൾ വിളിക്കുന്ന പേരാണ് ഫീനൈൽ അലാനിൻ. ഈ 3 ആൾക്കാരാണ് ആര്? ആ ബെൻസീൻ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ്. അപ്പോൾ അമിനോ ആസിഡ് പ്രധാനമായിട്ട് 4 ഗ്രൂപ്പാക്കി മാറ്റി. അസിഡിക്, ബേസിക്, ന്യൂട്രൽ. ഏതാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ലൈസ് വലിച്ചു. ദെൻ ബെൻസീൻ കാണപ്പെടുന്ന ആൾക്കാരെ വിളിക്കുമ്പോഴാണ് അരോമാറ്റിക് അമിനോ ആസിഡ്. ആരൊക്കെയാണ്? ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫീനൈലലൈൻ. ഈ ക്ലാസ് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയില്ലേ? അതുപോലെ ഫുഡ് കൂടെ എന്ത് ചെയ്യും? അമിനോ ആസിഡ് കിട്ടും. നമ്മൾ ഫുഡ് കൂടെ ഇൻടേക്ക് ചെയ്യുന്ന ഡയറ്റ് കൂടെ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് കൂടെ ഇൻടേക്ക് ചെയ്യുന്ന അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡ് ഫുഡ് കൂടെ മാത്രമേ കിട്ടെങ്കിൽ എന്താണ്? ഡയറ്റ് കൂടെ മാത്രം കിട്ടെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് ഒബ്റ്റൈൻഡ് ഫ്രം ഡയറ്റ്. ഒബ്റ്റൈൻഡ് ഫ്രം ഡയറ്റ് ഓർ ഫുഡ്. ഫുഡ് കൂടെ മാത്രമേ ഒരു അമിനോ ആസിഡ് കിട്ടും. നമ്മുടെ ബോഡി ഉണ്ടാക്കില്ല. ഫുഡ് കൂടെ മാത്രം കിട്ടും അമിനോ ആസിഡ് വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അതിന് എക്സാമ്പിൾ ആണ് ലൈസ് വലിച്ചു. ആരായിരുന്നു? ലൈസീനും. പിന്നെ ആരാണ് വലിക്കുന്ന? ആരാണ്? വെലൈൻ. ഓക്കെ അല്ലേ? ഇവരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നേരെ മറിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടെ വേണ്ട, ബോഡി സ്വന്തമായി ഉണ്ടാക്കണമെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? they synthesized by body. ബോഡി സ്വന്തമായി സിന്തസൈസ്ഡ് ബൈ ബോഡി. ഓക്കെ, ബോഡി സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്യാസ്. ആരാ ഗ്യാസ്? ഗ്യാസ് ആരായിരുന്നു? ഗ്ലൈസീൻ, അലാനിൻ, സെറൈൻ. ഓക്കെ അല്ലേ? ഇതാണ് മറ്റൊരു ഗ്രൂപ്പ്. ഏതാണ്? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഫുഡ് കൂടെ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്, നമ്മുടെ ബോഡി സ്വന്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊക്കെ വേണം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. വൈറ്റമിൻ ഡി ഓർമ്മയല്ലേ? അതുപോലെ എക്സാമ്പിൾ ഒക്കെയാണ് ഗ്യാസ്. ഓർത്ത് വെക്കട്ടോ. ഇതാണ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞ എത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി കാണപ്പെടുന്ന പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന മൈക്രോ മോളിക്യൂൾസിലൊക്കെ ഇവരാണ് എന്ത്? അമിനോ ആസിഡ്സ്. മൊത്തം 20 ആൾക്കാർ. അമിനോ ആസിഡിന് NH2 COH HR. അതാരാണ്? മീഥേനെ മാറ്റുന്നവർക്കാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ പേര് കൂടെ ഉണ്ട്. അമിനോ ആസിഡ് ഉണ്ട്. NH2 ബേസിക് ആണ്, COH ആസിഡിക് ആണ്. ഹൈഡ്രജൻ 3 മാറില്ല. ആര് മാത്രമേ മാറൂ? വേരിയബിൾ ഗ്രൂപ്പ് മാത്രമേ മാറൂ. ഗ്ലൈസിൻ, അലാനിൻ, സെറൈൻ. ഓർമ്മയുണ്ടല്ലോ. ദെൻ ആരാണ്? ആസിഡിക്, ബേസിക്, ന്യൂട്രൽ, അരോമാറ്റിക് ഓർത്ത് വെക്കുക. ഫുഡ് കൂടെ ഇൻടേക്ക് ആണെങ്കിൽ എസെൻഷ്യൽ, ഫുഡ് കൂടെ ഇൻടേക്ക് ചെയ്യുന്നെങ്കിൽ ബോഡി സ്വന്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ നോൺ എസെൻഷ്യൽ. അത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ?
ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചിരുന്നോ? ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഭയങ്കര കൗതുകം. ഞാൻ എന്താ അറിയോ, ഈ അമിനാസിനെ കൊണ്ട് ഞാൻ ചെയ്തു കുറച്ച് ആസിഡ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടത് ആസിഡിൽ ഞാൻ അമിനാസിഡിനെ അസിഡിക് മീഡിയത്തിൽ കൊണ്ടുപോയിട്ടു. ഒരു കൗതുകം തോന്നി, വെറുതെ രസത്തിന് നോക്കിയോ. അപ്പോൾ നമ്മൾ മാറ്റം അറിയോ നോക്കിയതാ COH ഓക്കെ അല്ലേ. സാധാരണ വേണ്ട NH2 ആണ് സാധാരണ അമിനാസിഡ് ഉണ്ടാവില്ല അല്ലേ, NH2. പക്ഷെ രസം എന്നറിയോ, ആസിഡ് ഉണ്ടാവുന്നത് അറിയോ, ഈ NH2ലേക്ക് എന്ത് ചെയ്തു നോക്കിക്കോ, NH2ലേക്ക് എന്ത് ചെയ്തു, ഒരു പ്രോട്ടോൺ വന്നു, H+ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, NH എന്തായി മാറും, NH2 ഒരു H+ കൂടി ചെന്നാൽ NH3+ ആയി മാറും. ഓക്കെ അല്ലേ. ഇതൊക്കെയാ നോക്കിയോ, ആസിഡിൽ NH2 എന്തായി മാറി, ഒരു പ്രോട്ടോൺ സ്വീകരിച്ച് NH3+ ആയി മാറി. അപ്പോൾ ഈ അമിനാസിഡ് ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ്. കിട്ടിയില്ലേ? അപ്പോൾ ഈ കൗതുകം തോന്നി. ഞാൻ തരുമോ, ഞാൻ ഈ അമിനാസിഡ് കൂടി നേരെ കൊണ്ടുപോയിട്ടു ബേസിക് മീഡിയത്തിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, അവിടെ നോക്കണേ, CNH2 മാറ്റമൊന്നുമില്ല, HR. സാധാരണ ഉണ്ടാകുന്ന COH ആണ് ഉണ്ടാവില്ല സാധാരണ നോർമൽ കേസിൽ. ഇപ്പോൾ സംബന്ധിച്ചെന്താ അറിയോ, ഈ COH ഇതാ നോക്കിയോ, COH ഇവിടെ COH ഇപ്പോൾ എന്ത് ചെയ്തു, COH ഒരു H+ വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ എന്താ പറയുക നോക്കിയതാ, നേരത്തെ COH ഒരു H+ വിട്ടുകൊടുത്തു. അപ്പം എന്താ നോക്കിയാൽ ആ COH H+ പോയിട്ട് എന്തായി മാറി, COO- ആയി മാറി. COO- ആയി മാറി. ഏതാ ചാർജ്, നെഗറ്റീവ് ചാർജ്. അതായത് അമിനാസിഡ് അസിഡിക് മീഡിയത്തിൽ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ആണ് സ്വീകരിച്ച് പോസിറ്റീവ് ചാർജും ബേസിക്കലോ ഉള്ള ഇതിനെ വിട്ടുകൊടുത്ത് നെഗറ്റീവ് ചാർജും കിട്ടി. അപ്പോൾ എനിക്ക് പിന്നെ ക്യൂരിയോസിറ്റി കൂടി. ഞാൻ അറിയോ, രണ്ടും കൂടെയുള്ള മീഡിയം കൊണ്ട് കിട്ടും. അതാണ് എന്താണ്, ന്യൂട്രൽ മീഡിയം. ഞാൻ പിന്നെന്ത് ചെയ്തു, അസിഡ് ഒഴിവാക്കി എന്ത് ചെയ്തു, ന്യൂട്രൽ മീഡിയം കൊടുത്തു. ന്യൂട്രൽ മീഡിയത്തിൽ കാണാൻ എന്താ അറിയാം നോക്കിയതാ, HRCOOH NH2 ഇങ്ങനെയാണ് വേണ്ടത്. ബട്ട് ഇങ്ങനത്തെ അറിയോ എന്ത് സംഭവിച്ചെന്നറിയോ, ഈ ആസിഡ് മീഡിയത്തിൽ എന്ത് ചെയ്തു, ഇവിടേക്ക് ഒരു H+ വന്നു. ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ നിന്ന് കയറി മക്കളെ ഒരു H+ പോവുകയും ചെയ്തു. അപ്പോൾ സംഭവിച്ചെന്താണ്, മൊത്തം അങ്ങോട്ട് മാറി എന്തായി മാറിയതാ, ഇതും പോയി ഇതും പോയി. എന്നിട്ട് ഇനിയാണ് നോക്കണേ, എന്നിട്ട് ഇവിടെ H+ വന്നില്ല. അപ്പം എന്തായി മാറി, NH3+. ഇവിടെയോ COO-. ആസിഡ് മീഡിയത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി, പോസിറ്റീവായി, ബേസിക് നെഗറ്റീവായി. പക്ഷേ ന്യൂട്രൽ മീഡിയത്തിൽ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കിട്ടിയല്ലോ. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ കോംപ്ലക്സ്. എന്താ വിളിക്കുക, സ്വിറ്റർ അയോൺ കോംപ്ലക്സ്. പക്ഷെ അത് തെങ്ങ് എന്താ അറിയോ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജാണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയാണ്, ടോട്ടൽ ചാർജ് 0. എന്ന് വെച്ചോ, ഇൻ neutral medium, amino acid contains both positive and negative charge. This structure is called Zwitter ion complex. Very important. എന്താ പറയുന്നത് ആസിഡിലെ amino acid contains positive charge and basically negative charge. But in neutral medium, amino acid contains both positive and negative charge. This complex is called Zwitter ion complex. അത് കാണപ്പെടുന്ന pH ന്യൂട്രൽ pH, ആ pH വിളിക്കുന്ന പേരാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. ഓക്കെ, പോയിന്റ്. അതായത് അമിനോ ആസിഡ് സിട്ര എന്ന പോയിന്റ് വിളിക്കുകയാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. എന്താണ്, ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഡൈപോളർ അയോൺ എന്നൊക്കെ പറയും. അതായത് ഈ ന്യൂട്രൽ മീഡിയം അമിനോ ആസിഡ് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് സ്വിറ്റർ അയോൺ. അത് കാണുമ്പോൾ pH വിളിക്കുകയാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. ഓർത്ത് വെക്കുക, ഇത് വിളിക്കുന്നതാണ് സ്വിറ്റർ അയോൺ കോംപ്ലക്സ്. ഓക്കെ അല്ലേ. ഈ ഡയഗ്രാം ഓർത്ത് വെച്ചേക്കാണ്ട് ഈ എക്സാം ചോദിക്കാറുണ്ട്. എന്താ സ്വിറ്റർ ആണ് ഒന്ന് നോക്കി, ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, ഈ ന്യൂട്രൽ മീഡിയം അമിനോ ആസിഡ് കണ്ടെയ്ൻസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് സ്വിറ്റർ അയോൺ കോംപ്ലക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് ഡിസ്കസ് ചെയ്തത് ആരെയാണ്, അമിനോ ആസിഡിനെ പറ്റിയാണ്. അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ്, പിന്നെ എന്താണ് അതിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോംസ്. ലാസ്റ്റ് പറഞ്ഞു പ്രോപ്പർട്ടിയാണ് എന്ത്, സ്വിറ്റർ അയോൺ കോംപ്ലക്സ്. ഈ ന്യൂട്രൽ മീഡിയം അമിനോ ആസിഡ് കണ്ടെയ്ൻസ് ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നല്ലോണം വായിച്ച് നോക്കുക, നോട്ടൊക്കെ ചെയ്താൽ. ഓക്കെ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.